വെൽക്കം ബാക്ക് ടു കുക്ക് ട്രാവൽ ഇറ്റ്. അപ്പോഴേ നമ്മൾ ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും വീടുകളിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അന്നാ റെസ്റ്റോറൻറ്റുകളിലും കിട്ടുന്ന അതേ ടേസ്റ്റിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായ ഒരു ഐറ്റം. അധികം സാധനങ്ങളൊന്നുമില്ലാതെ അധികം സമയവും കളയാണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഫ്രൈഡ് റൈസിന് അരി ഉപയോഗിക്കുമ്പോൾ ഉപ്പ് മുന്നിൽ വെക്കണം കേട്ടോ, കുറച്ചൊന്ന് മുന്നിൽ വെക്കണം. നമ്മളെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അരിക്ക് നല്ല നിറം കിട്ടാനും അരി നല്ല അടിപൊളിയായിട്ട് കാണാനും നല്ല ഷോയായിരിക്കും, തിളങ്ങി നിൽക്കുകയായിരിക്കും. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അരികൾ തമ്മിലൊന്ന് ഒട്ടാതിരിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്കിനി വെള്ളം ഒന്ന് പൊട്ടിക്കോട്ടെ. വെള്ളം ഒന്ന് പൊട്ടിക്കോട്ടെ. നമ്മൾ ഇടയ്ക്കുന്ന തീ കുറച്ചായിരുന്നു, അതാണ് ആ തളയെന്ന് കുറഞ്ഞു പോയത്. കൊടുക്കുക കേട്ടോ. നമ്മളൊരു 1/2 കിലോ വൈറ്റ് ചെല്ലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഇന്ത്യ ഗേറ്റ്. അരിയിട്ട് കൊടുക്കുക. അതെ, നമ്മുടെ അരി പാകത്തിനായിട്ടുണ്ട്, ഒരു 90% വേവായിട്ടുണ്ട്. നമുക്കിനി അത് ഊറ്റിയെടുക്കുക. ഇത് ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം, നല്ലതാട്ടെ, കൂടുതൽ വെന്ത് പോകാണ്ടിരിക്കാൻ. നമ്മൾ അരി മുഴുവനായിട്ട് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോകാണ്ടിരിക്കാനായിട്ടാണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പൈപ്പിനടിയിൽ കാണിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോഴേ നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെള്ളം കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കണം, അതായത് ഫ്രൈഡ് റൈസ് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചൈനീസ് കടായി ഇത് അടുപ്പിൽ വെക്കുന്നുണ്ട്. ഈ ചൈനീസ് ഐറ്റംസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്ലെയിമിൽ വെച്ച് തീ കൂട്ടി വെച്ച് ചെയ്യണം. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പച്ചച്ചവ പോകാനേ പാടുള്ളൂ. ഇപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇതിനാവശ്യമായ എണ്ണ. നമുക്കിത് ആദ്യം മുട്ട പൊട്ടിച്ച് ഒരു 5 മുട്ട നമ്മൾ എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ബീൻസ് ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ അടുത്തത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ വെജിറ്റബിൾസിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. ആ പച്ചച്ചവ ഒന്ന് പോകണം, അധികം വേകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ, സവോളയോ അങ്ങനെ എന്തെങ്കിലും. നമ്മളിപ്പോൾ ഇവിടെ ബീൻസും ക്യാരറ്റും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പച്ചക്കറി നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പച്ചക്കറിയുടെ പാകം അറിയണമെങ്കിലും ഈ പച്ചക്കറി വെച്ച് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം ആയി തുടങ്ങുമ്പോഴാണ് ആ കൊട്ടൽ വരുന്നത്. അപ്പോൾ പച്ചക്കറി ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ കളറൊക്കെ മാറി തുടങ്ങി. ഇതോടെ കളറൊന്നും മാറാനേ പാടുള്ളൂ കേട്ടോ, ഒരുപാട് എന്തുപോലും. നമ്മുടെ കുഞ്ഞിറക്കനെ ഇവിടെ കിടന്ന് വീണ്ടും തകർക്കുകയാണ് കേട്ടോ. അവൻ പതിവ് പോലെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ.
എന്നിട്ട് വേണം ബാക്കി സാധനങ്ങൾ ചേർക്കാൻ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൈസ് അതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെ അരി ഇട്ടുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമായ സോയ ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് സോയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നോക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊരു ഇതിനകത്ത് 2 സ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ബ്ലാക്ക് പെപ്പറാണ് കിട്ടിയത്. ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളാണ്. വേറെ ഒന്നും വേണ്ട. ഇളക്കാൻ നേരത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടും. പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മളിവിടെ കുറച്ച് ചേർത്ത് ഒരു ചെറിയൊരു മധുരിപ്പ് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അതേപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, ഒരുപാട് കഷ്ടപ്പെടുകയും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് തുടരുക. പിന്നെ നമ്മൾ ഇതിനകത്ത് പനീർ ബട്ടർ മസാല കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം പനീർ ബട്ടർ മസാലയുടെ വീഡിയോ ഇട്ടുകൊണ്ടാണ് അത് നിങ്ങളെ കാണിക്കാൻ നമ്മളോട് അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. തുടർന്നും ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.